പിന്നാണ് ഈ ഗണേഷ് കുമാർ എന്നെ കാണാൻ വരുന്നതും എന്നോട് സംസാരിക്കുന്നതൊക്കെ പിന്നീടാണ് തുടങ്ങിയത്. ശരി, എവിടെ വെച്ചാൽ ഗണേഷ് കുമാർ കണ്ടത്? ഗണേഷ് കുമാർ എന്നെ കൊട്ടാരക്കരയിലും പിന്നെ നമ്മുടെ ഏനാത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് എന്നെ കണ്ടത്. എന്നെ കണ്ട ആദ്യം മുതൽ അന്ന് അദ്ദേഹം ഈ മുടി ഉള്ള മുട്ട അടിച്ചിട്ടായിരുന്നു. അന്ന് എന്താ സിനിമയ്ക്ക് ആക്ട് ചെയ്യാനോ എന്തോ അങ്ങനെ മാറ്റിയതായിരിക്കും. അപ്പം അങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇതുപോലെ പിന്നെ ഔദ്യോഗിക വാഹനത്തിലാണോ വന്നത്? ഔദ്യോഗിക വാഹനം തന്നെ വന്നത്. വന്നിട്ട് ഒരു സൈഡിൽ നിർത്തി. അന്നേരം പ്രദീപ് ഇറങ്ങിയിട്ട് വന്നത് ഫെനി പിന്നെ വക്കീൽ അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അവൻ പറഞ്ഞ് സാറ് വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ പേരൊക്കെ ചോദിച്ചാൽ ഞാൻ അറിഞ്ഞു, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തോണമെന്ന് പറഞ്ഞു. അത് ബാക്കി കാര്യങ്ങളെല്ലാം പ്രദീപ് പറഞ്ഞു. നമുക്കൊരു മിഷൻ അടുത്ത ഉള്ളതെന്ന് പറഞ്ഞു. ആ മിഷനിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പ്രദീപ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ. അല്ല, ആ സമയത്തേക്ക് ഇയാളുടെ മന്ത്രിസ്ഥാനം പോയില്ലേ? ഏത് ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനം പോയില്ലേ? മന്ത്രിസ്ഥാനമൊക്കെ പോയി. മന്ത്രിസ്ഥാനം മന്ത്രി ആയില്ല. MLA വണ്ടിയിലാണ് വരുന്നത്. MLA വണ്ടി തന്നെ, മന്ത്രി ആയിട്ടില്ല. അല്ല, രാജിവെച്ചിട്ട് നിൽക്കുകയാണ് അച്ഛനോട്ടുള്ള. അതെ, അച്ഛൻ്റെ ദിവസം രാജിവെച്ച് നിൽക്കുക. അന്നേരം നമുക്കൊരു വലിയൊരു ഇതിൻ്റെ ഒരു മിഷനുണ്ട്. ആ മിഷനിലേക്കാണ് നമ്മൾ ഇനിയും പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പ്രദീപ് കാര്യങ്ങൾ അതിനുശേഷമാണ് ശരണ്യ. പണം തന്നിരുന്നോ? ഗണേഷ് കുമാർ പണം തന്നെ. ഗണേഷ് കുമാർ പണം എനിക്ക് പ്രദീപിൻ്റെ അടുത്ത് കൊടുത്തു വിട്ട് തന്നിരുന്നത്. എങ്ങനെയായാലും പണം എത്തിക്കൊണ്ടേയിരുന്നു. അതിലൂടെ അന്നേരമാണ് ശരണ്യ മനോജും കൂടെ രംഗത്ത് വരുന്നത്. അദ്ദേഹം പറഞ്ഞു ഇതുപോലെ എൻ്റെ ബന്ധുവാണ് ഇത്, പുള്ളി ഇവർ രണ്ടുപേരെ ആ ഫെനി വിശ്വസിച്ച് നിൽക്കേണ്ടത്, വേറെ ആര് പറഞ്ഞാലും കേൾക്കരുത്, ഇവർ ചെയ്യുന്നതെല്ലാം ഞാൻ പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ ഈ പൈസ അടയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പ്രദീപ് ബിജു രാധാകൃഷ്ണൻ്റെ ആളായിരുന്ന ഫെനി അഡ്വക്കേറ്റ് ഫെനി പിന്നീട് സരിതയുടെ ആളാകുന്നു. പിന്നീട് KV ഗണേഷ് കുമാറിൻ്റെ ആളായി മാറുന്ന ഒരു ചിത്രമുണ്ട്.